നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാനിക്യൂറിന്റെ ഒരു വീഡിയോ ആണ് കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ പെഡിക്യൂറിന്റെ വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് പേര് അതിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാനിക്യൂർ ചെയ്യുന്ന വീഡിയോ കൂടി ഒന്ന് കാണിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ വീട്ടിൽ സിമ്പിൾ ആയിട്ട് മാനിക്യൂർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്, അല്ലെങ്കിൽ എൻ്റെ കൈ എങ്ങനെയാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മാനിക്യൂറിന്റെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ? ചെയ്ത് നോക്കുകയാണെങ്കിൽ റിസൾട്ട് എന്തായാലും തിരിച്ചു വന്നൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നേക്കാൾ മുമ്പേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ എൻ്റെ കൈ ഇരിക്കുന്ന കണ്ടല്ലോ, നഖമൊക്കെ നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. നെയിൽ പോളിഷ് ഇട്ട് കിട്ടും. അപ്പോൾ ഒരു ആഴ്ചയായിട്ട് ഞാൻ നെയിൽ പോളിഷ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. കൈയിനെ ഒന്ന് നഖത്തിനൊന്ന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി വെറുതെ വിട്ടേക്കായിരുന്നു. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ചൂടുവെള്ളമാണ്. എല്ലാവർക്കും അറിയുണ്ടാവും. ചൂടുവെള്ളം എന്ന് പറയുന്നത് നമുക്ക് കൈ മുക്കി വെക്കാൻ പാകത്തിനുള്ള ഒരു ചൂടുണ്ടാവണം കേട്ടോ. ശേഷം ഇതിലേക്ക് കുറച്ച് ഷാമ്പു ഇട്ട് കൊടുക്കണം. ഏത് ഷാമ്പു ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇത് പെഡിക്യൂർ ബോംബ് എന്ന് പറയും കേട്ടോ. ഇത് ഓൺലൈനിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. ഇവിടെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ചേച്ചി ഇത് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ സാധാരണ വാങ്ങാറ്. ഇതിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫിസ്സായിട്ട് വരും, കണ്ടില്ലേ. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ബേസിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ മുക്കി വെക്കുമ്പോൾ കൈ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു റിലാക്സ്ഡ് ഫീൽ ആയിരിക്കും. പിന്നെ നല്ല സ്മെല്ലാണ്. പെട്ടെന്ന് കൈ ക്ലീൻ ആയി കിട്ടും ചെയ്യും. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ ജസ്റ്റ് ഷാമ്പു മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് റോസ് പെറ്റൽസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാണാനുള്ളൊരു ഭംഗിക്ക് കേട്ടോ. അതും ഓപ്ഷണലാണ്. ഇനി കുറച്ച് എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലാവൻഡറിൻ്റെ എസെൻഷ്യൽ ഓയിലാണ്. ഇതും ഓപ്ഷണലാണ്. എന്നിട്ട് അതിൽ കൈ ഒന്ന് മുക്കി വെക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 10-15 മിനിറ്റോളം കൈ മുക്കി വെക്കും കേട്ടോ. അപ്പോൾ കൈ നല്ല റിലാക്സ്ഡ് ആവും. ചൂടുവെള്ളമല്ലേ, അപ്പോൾ മസിൽസിനും ഒക്കെ നല്ലൊരു റിലാക്സ്ഡ് ഫീലാണ്. അത്രയും സമയം നമ്മളൊന്ന് കൈ നന്നായിട്ട് മുക്കി ഇതിനകത്ത് വെക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ആ ബബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തെളിഞ്ഞിട്ടുള്ള ആ വെള്ളവും ആ ലാവൻഡർ കളറിലുള്ള ആ ഒരു വെള്ളമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ കൈ പുറത്തേക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് പാറ്ററൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ക്ലിപ്പ് റെക്കോർഡായില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ നഖം ഒന്ന് ഒരു പഴയ ടൂത്ത് ബ്രഷോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു സെറ്റാണ്, പെഡിക്യൂർ മാനിക്യൂർ സെറ്റാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറ്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. എന്നിട്ട് ഞാൻ എൻ്റെ ക്യൂട്ടിക്കിൾസ് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ക്യൂട്ടിക്കിൾസ് കട്ട് ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ ഒരു സജഷനും അത് തന്നെയാണ്. ക്യൂട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമുക്ക് നെയിൽസിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ആ ഒരു ഭാഗത്തിൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ബാക്ടീരിയ ഒന്നും കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു സംഭവമാണ് ഈ ക്യൂട്ടിക്കിൾസ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു സജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ക്യൂട്ടിക്കൽ പുഷർ വെച്ചിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വല്ലാണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ ഭാഗം മാത്രം ഒന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി. മൊത്തമായിട്ടും ക്യൂട്ടിക്കിൾസ് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഇനി ഇതേപോലെ ഒന്ന് ബഫ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നഖം വല്ലാതെ മഞ്ഞ കളറിലാണെങ്കിൽ ബഫ് ചെയ്താൽ മതി. ഞാൻ സാധാരണ ബഫ് ചെയ്യാറില്ല. അതും നമ്മളെ നഖത്തിൻ്റെ ഹെൽത്തിന് നല്ലതല്ല എന്നാണ് പറയുക. നെയിൽ പോളിഷ് ഇടുന്നത് ഒരു 1-2 ആഴ്ച ഒന്ന് നിർത്തി വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളെ കളറിൽ വ്യത്യാസം വരും നഖത്തിൻ്റെ. ഇനി ഞാൻ എൻ്റെ നെയിൽസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ഷേപ്പ് കൊടുക്കുകയാണ്. ഞാൻ സാധാരണ ആൽമണ്ട് ഷേപ്പാണ് നഖത്തിന് കൊടുക്കാറ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്യണത്. നഖം വല്ലാണ്ട് വളർന്നിട്ടുണ്ടെങ്കിൽ നഖത്തിൻ്റെ ആ ഒരു അറ്റം പെട്ടെന്ന് പൊട്ടിപ്പോവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലൊരു ഷേപ്പ് കൊടുക്കുന്നത്. ഷേപ്പ് കൊടുത്ത് അവിടെ നിന്ന് നന്നായിട്ട് നെയിൽ ഫയൽ ചെയ്ത് കൊടുത്താൽ തന്നെ നഖം പൊട്ടിപ്പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാ വിരലിൻ്റെയും നഖം കട്ട് ചെയ്തിട്ട് സെയിം ആ ഒരു ആൽമണ്ട് ഷേപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നെയിൽസ് നന്നായിട്ട് നഖം ഫയൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ തൊട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ആ ഓരമായിട്ടുള്ള ഭാഗം, റഫായിട്ടുള്ള പോർഷൻസൊക്കെ നന്നായിട്ട് ഫയൽ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫയൽ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മളെ നഖം പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി, ഇപ്പോൾ എവിടെയെങ്കിലും ചെറുതായിട്ടൊന്നിങ്ങനെ റഫായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് തട്ടുമ്പോൾ ഒക്കെ പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ഫയൽ ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മൾ നഖം വല്ലാണ്ട് അങ്ങനെ പകുതി വെച്ച് പൊട്ടി പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാ നഖവും ഫയൽ ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി നഖത്തിൻ്റെ ഉൾഭാഗത്തായിട്ട് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ നഖം ഫയൽ ചെയ്ത് കഴിയുമ്പോൾ ആ ഫയൽ ചെയ്തിട്ടുള്ള ആ പാർട്ടിക്കിൾസും കൂടി നഖത്തിൻ്റെ ഉള്ളിലേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മളൊരു സ്ക്രബ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് കോഫീൻ്റെ പൗഡറും തേനും അതിലേക്ക് ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒലീവ് ഓയിലിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആയാലും ഒഴിച്ചു കൊടുത്താൽ മതി. അത് നമ്മളെ സ്കിന്നൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടും മോയ്സ്ചറൈസ്ഡ് ആയിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്ക്രബാണ്. സെയിം ടൈം നല്ല എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് ഞാൻ ലാസ്റ്റ് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ചും കൂടിയും ഗ്രാനുവൽസ് അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അരിപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിച്ച ആൽമണ്ട് ആയാലും ബദാം ആയാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്തതിന് ശേഷം ഇത് അപ്പം തന്നെ വാഷ് ചെയ്ത് കളയരുത്. ഒരു 5-10 മിനിറ്റ് നിങ്ങൾ സ്കിന്നിൽ ഇത് അങ്ങനെ തന്നെ വിടുക. ഒരു പാക്കൊക്കെ വിടുന്ന പോലെ. അപ്പം നമുക്ക് അതിൻ്റെ റിസൾട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പം നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വിട്ടതിന് ശേഷം മാത്രം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 2 കൈയും കൂടി കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഡിഫറൻസ്. ഞാൻ 2 കൈയിലും ഒരേ സമയം ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസ് കാണിച്ചു തരാനും കൂടി വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ ആ ഒരു ജസ്റ്റ് ഒരു സ്ക്രബിൻ്റെ മേലെ തന്നെ എത്രത്തോളം ഡിഫറൻസ് വന്നു എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. അടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പാക്കായാലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു വോവിൻ്റെ ഉപ്തൻ ഫേസ് പാക്കാണ് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സാധനത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാക്കാണ് വേണ്ടതെങ്കിൽ കടലപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് തേനും കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും, അതായത് കസൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടി ഉള്ള ഒരു പാക്കാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഉണങ്ങുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെ വിടുകയാണ് ചെയ്തത്. ഇനി ഇത് കഴുകി കളയുന്നതിന് മുമ്പേ ഉള്ളൊരു സ്റ്റെപ്പ് എന്താ വെച്ചാൽ കുറച്ച് റോസ് വാട്ടർ നമ്മളിതിൻ്റെ മേലെയായിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്ന പോലെ സർക്കുലർ മോഷനിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളെ മേലെ ഇനി എന്തെങ്കിലും ഡെഡ് സെൽസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വരാനും കൂടാണ്ട് നമ്മളെ കയ്യിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഒക്കെ സഹായിക്കും. നമ്മൾ കൈ വെച്ചിട്ട് എപ്പോഴും ഒരുപാട് പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു പാമ്പർ റുട്ടീന് കയ്യിലും കൊടുക്കുന്നത് കുറച്ച് നന്നാവും. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് സർക്കുലർ മോഷനിൽ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നു. ഒന്ന് പാച്ച് ഡ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മാനിക്യൂറിൻ്റെ സ്റ്റെപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ല ജസ്റ്റ് വെളിച്ചെണ്ണ മാത്രമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ മാത്രമായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. മോംസ്കോൻ്റെ ബോഡി ക്രീമാണ് അല്ലെങ്കിൽ ബോഡി ബട്ടർ എന്നാണ് തോന്നുന്നു ഇതിൻ്റെ പേര്. അതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് കയ്യിൽ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വിടുക. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മളെ നഖത്തിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്. ഇത് ആൽമണ്ട് ഓയിലാണ്, സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ നഖത്തിലും ക്യൂട്ടിക്കിളിൻ്റെ ആ ഒരു ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മളെ നഖത്തിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന നഖമൊക്കെ ആണെങ്കിൽ ഒന്ന് ബലത്തിൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. കൂടാതെ ആ ക്യൂട്ടിക്കിൾ ഏരിയ നന്നായിട്ട് നരിഷ്ഡ് ആയിട്ട് ഇരിക്കാനും സഹായിക്കും. അപ്പോൾ ആ ഭാഗത്ത് വല്ലാണ്ട് ഇങ്ങനെ വിണ്ട് കീറിയ പോലെയൊന്നും ഉണ്ടാവില്ല. ഇത് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്തിട്ട് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം മൊത്തമായിട്ടും കൈ നെയിൽ പോളിഷ് ഒന്നും ഇടാണ്ട് വിടുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരേണ്ടതിനെ കൊണ്ട് മാത്രം അവസാനം നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ അല്ലാത്ത രീതിയിലാണെങ്കിൽ ഈ ഒരു റുട്ടീൻ ചെയ്തതിന് ശേഷം ഒരു 3-4 ദിവസത്തേക്ക് കൈ അങ്ങനെ തന്നെ ചുമ്മാ വിടാറാണ് പതിവ്. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തന്നെ നിങ്ങളെ നഖത്തിന് നല്ലതാണ്. നല്ല രീതിയിൽ നല്ല ബലത്തോടു കൂടി നഖം വളരാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് വിട്ടതിന് ശേഷം ഇത് ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ച് തുടച്ച് കളയാണ്. കാരണം ഇപ്പോൾ തന്നെ ഞാൻ നെയിൽ പോളിഷ് ഇട്ടിട്ട് നിങ്ങളെ കാണിക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ തുടച്ച് കളയുന്നത്.
ഇനി അടുത്തത് നമ്മൾ നെയിൽ പോളിഷ് ഇടുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ബേസ് കോട്ട് കൊടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ പല ബ്രാൻഡിൻ്റെ നെയിൽ പോളിഷ് ആയിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. അതെപ്പോഴും ബ്രാൻഡഡ് ആയിക്കൊള്ളണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ ബ്രാൻഡഡ് ആയിരുന്നാൽ പോലും നഖത്തിൻ്റെ കളറ് മഞ്ഞ കളറായി പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഡാർക്ക് കളേഴ്സാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ. അപ്പോൾ എപ്പോഴും ഒരു ബേസ് കോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നഖത്തിൻ്റെ കളർ പെട്ടെന്ന് അങ്ങനെ മഞ്ഞ കളർ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഞാനിവിടെ നെയിൽ പോളിഷ് ആയിട്ട് LA18ൻ്റെ ഈ ഒരു നെയിൽ പോളിഷാണ് ഉപയോഗിക്കുന്നത്. ഒരു റെഡ് അല്ല, ഒരു മെറൂണിഷ് റെഡ് കളർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മാനിക്യൂർ റുട്ടീൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിനെല്ലാം ഉപരി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റ, ബൈ.